നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ഒരു ബജറ്റ് കൂടി വന്നിരിക്കുകയാണ്. ബജറ്റിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പറയാനുണ്ടാകും. അത് ഇന്ത്യയിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബജറ്റാണ്. ഒരു സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഉള്ള ഒരു ബജറ്റല്ല. അതിനാണല്ലോ സംസ്ഥാന ബജറ്റ് വരുന്നത്. ഇതപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ ഇതിനകത്ത് വരുന്നത്. ഇപ്പം ഞാൻ ശ്രദ്ധിച്ച കാര്യം, വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം. പിന്നെ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ആദ്യമേ എടുത്തു പറഞ്ഞു, യുവാക്കളെ മുന്നിൽ കാണുന്നുണ്ട്, അവരെ കൂടുതൽ പിടിച്ചു നിർത്തുക. പിന്നെ സ്ത്രീകൾ കൂടുതലായിട്ട് ഈ വായ്പ മാത്രം നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, ഇനിയിപ്പോൾ അതല്ല, അവരെ സംരംഭകരാക്കുക എന്നുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നി. സാറിന് ഏത് തരത്തിലാണ്? നമുക്ക് 10 മിനിറ്റിൻ്റെ ചർച്ചയല്ലേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ ബജറ്റിൽ ഈ ഓരോ വിഷയങ്ങൾ എടുത്താലും ഒരു 10 മിനിറ്റിൻ്റെ സ്കോപ്പിലുള്ള വിഷയം പറഞ്ഞതിനെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബജറ്റിൻ്റെ ഒരു ഓവറോൾ പിക്ചർ, ഓവറോൾ ഫോക്കസ്, മുഖ്യ കേന്ദ്ര ബിന്ദു എന്താണ് വിഷയത്തിലേക്ക് കടക്കാവുന്ന എൻ്റെ ചിന്ത. അങ്ങ് അനുവദിക്കുമെങ്കിൽ അങ്ങനെയാവാം. അപ്പം അങ്ങനെ പറയുമ്പോൾ ബഡ്ജറ്റിനെ വിമർശിക്കാൻ വേണ്ടി വാക്കുകൾ കിട്ടാത്ത രാഹുൽ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ലോകസഭയിൽ നിന്ന് 85 മിനിറ്റിൻ്റെ ബജറ്റ് സ്പീച്ചും കിട്ടി ഇറങ്ങി വന്ന പ്രതിപക്ഷ നേതാവിനോട് പത്രക്കാർ ചോദിച്ചു, അങ്ങക്ക് ബജറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. പറഞ്ഞ മറുപടി, ഞാനത് പാർലമെന്റിൽ പോയിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ അന്നേരം പറയാനൊന്നുമില്ല, ഞാനൊന്ന് ആരെങ്കിലും എഴുതി തന്നിട്ട് പറഞ്ഞോളാം എന്നാണ്. ആവട്ടെ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 85 മിനിറ്റ് നിർമ്മലാ സീതാരാമന്റെ പ്രസംഗം ഉണ്ടായിരുന്നിട്ടുള്ളൂ. പക്ഷെ 3 മണിക്കൂറോളം പ്രസംഗിച്ച കേരള ധനകാര്യമന്ത്രി ബാലഗോപാലിന്റെ പ്രസംഗം കേട്ടിട്ട് ഇറങ്ങി വന്ന ഉടനെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ കൃത്യമായ ഒരു വിശകലനവും അത് സംബന്ധിച്ച് എതിരഭിപ്രായങ്ങളും രേഖപ്പെടുത്തി. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം അതൊരു സൈഡ് ക്വസ്റ്റ്യൻ എന്ന് വേണേൽ പറയാം, ഈ രാഹുലിനെ മാറ്റി വി.ഡി. സതീശനെ കൊണ്ട് ഇന്ന് ലോക്സഭാ നേതാവാക്കുന്നതല്ലേ നല്ലതെന്ന് ആലോചിച്ചു പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒന്നും കണ്ടില്ലെങ്കിലും സതീശന് രാഹുലിന് അന്നേരം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇവിടെ പിണറായി വിജയനും ബിനോയ് വിശ്വവും വി.ഡി. സതീശനും എല്ലാം കാണിക്കുന്നൊരു ബഹളമുണ്ട്. കേരളം ഭാരതത്തിന്റെ ഭൂപടത്തിലുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കേരളമൊന്നും ബജറ്റ് വിളിച്ചു പറഞ്ഞില്ല. അതൊന്നും ഞാൻ ആ ബജറ്റ് പ്രസംഗം മുഴുവൻ കേട്ടതാണ്. ഹരിയാന എന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല, ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, രാജസ്ഥാൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ കേരളം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് വിഹിതം വെക്കുന്ന ഒരു ബജറ്റ് അല്ല യൂണിയൻ ബജറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് ഉണ്ട് താനും. എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന പ്രതിരോധ വിഷയം, ആഭ്യന്തര വിഷയം, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ബജറ്റാണത്. അതാണ് കാര്യം. പിന്നെ ഇവർക്ക് വിമർശിക്കാൻ പറ്റാതെ പോയ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അല്ലെങ്കിൽ ഹൈന്ദവ ദേശീയതയുടെ, അതുമല്ലെങ്കിൽ കാവ്യവത്കരണത്തിന്റെ കൃത്യമായ മുഖമുദ്രയുള്ള ബജറ്റാണ്. അങ്ങനെ അവർക്ക് വിമർശിക്കായിരുന്നല്ലോ. ആ വസ്തുത തിരിച്ചറിഞ്ഞിട്ടും ഭയപ്പെട്ട് മിണ്ടാതിരിക്കുകയാണോ, അതോ ആ വഴിക്ക് വിമർശനം പോകാത്തതാണോ, അത്രയ്ക്കുള്ള അറിവൊന്നും ഇല്ലയോ എന്നെനിക്ക് സംശയം തോന്നിപ്പോവുക. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. 1893 ജംഷഡ്ജി ടാറ്റ കപ്പൽ യാത്രയിൽ സ്വാമി വിവേകാനന്ദനെ കാണാനിടയായി. അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു. പരിചയപ്പെട്ടു, സംസാരം വന്ന കൂട്ടത്തില് അന്നത്തെ കാലത്ത് ഉരുക്ക് വ്യവസായത്തിൽ സ്വയം പര്യാപ്തത നേടുന്ന തരത്തിൽ
ഭാരതത്തിലെ വ്യവസായത്തിൽ ഇടപെടുന്നതിന് ജപ്പാനെ മാതൃകയാക്കി കാട്ടിക്കൊണ്ട് സ്വാമി അന്ന് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ടാറ്റയോട്. ടാറ്റയുടെ പിന്നീടുള്ള സംരംഭങ്ങൾക്ക് അതൊരു വലിയ പ്രചോദനമായിരുന്നു. ടാറ്റ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഒരു റിസർച്ച് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ പോയപ്പം സ്വാമിജിയുടെ സഹായം ചോദിച്ചു. അങ്ങാണ് ഇതിന് പറ്റിയ ഉപദേശകരാൻ പറ്റിയ ആൾ വരാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നത് കൊണ്ട് സ്വാമി വിവേകാനന്ദൻ സിസ്റ്റർ നിവേദിത ആ ജോലി ഏൽപ്പിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞത്, കാവിയുടെ പ്രഭാവം വ്യവസായവൽക്കരണത്തില് 1893 വിവേകാനന്ദൻ പറഞ്ഞ് ഇടപെട്ടിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ആ വിവേകാനന്ദന്റെ അതിനു മുമ്പുണ്ട്, അവിടെ ഞാൻ പോകുന്നില്ല. ആ വിവേകാനന്ദന്റെ ആശയങ്ങളെ പ്രാവർത്തികമാക്കിയ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് സ്വാഭാവികമായും ഭാരതത്തിന്റെ ഭരണത്തിലേക്ക് ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഘട്ടം വന്നപ്പം, അതായത് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പം 2014 തൊട്ട് കൃത്യമായും സംഘത്തിന്റെ ലക്ഷ്യങ്ങളും സംഘത്തിന്റെ മാർഗങ്ങളും സംഘത്തിന്റെ മാതൃകകളും ബജറ്റിലും പ്രതിഫലിക്കാൻ തുടങ്ങി എന്ന് പറയാൻ തന്നെയാണ് ഞാൻ തയ്യാറാവുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ആഗോള തലത്തില് ചൈനയും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയും ഉണ്ടാക്കുന്ന വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി സ്വദേശിക്ക് ആത്മനിർഭര ഭാരതത്തിന് ഫോക്കസ് കൊടുക്കുന്ന ഒരു വ്യവസായ സമീപനം, വികസന സമീപനം മോദി കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഒന്ന് ചിന്തിച്ചാൽ, സ്വദേശി എന്ന് കേട്ടാൽ ഉടനെ ആദ്യം തോന്നുന്ന പേര് മഹാത്മജിയാണ്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ മോദി ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ എല്ലാ തരത്തിലുമുള്ള യന്ത്രവത്കരണത്തെയും എതിർത്ത, ട്രെയിനിനെയും ടെലഗ്രാഫിനെയും പോലും എതിർത്ത ആ ഗാന്ധിജി ഹിന്ദു സ്വരാജിൽ കൂടി കാണിച്ച ആ സ്വദേശി സമ്പ്രദായം ഒരിക്കലും പ്രായോഗികമായി മോദിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല. അവിടെ നരേന്ദ്രമോദിക്ക് സ്വീകാര്യമായത് അക്കാലത്ത് തന്നെ എല്ലാ തരത്തിലുള്ള യന്ത്രവത്കരണ സംവിധാനങ്ങളിലേക്കും പോകണമെന്നും, പ്രതിരോധത്തിലാണെങ്കിലും വ്യവസായത്തിലാണെങ്കിലും ഒക്കെ പുതിയ കാലത്തിന്റെ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നു പറഞ്ഞ വീരവിനായക ദാമോദർ സവർക്കറുടെ കാഴ്ചപ്പാട് സ്വാഭാവികമായിട്ടും മോദിയുടെ രാഷ്ട്രീയത്തിൽ അതുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രത്യേകിച്ചും മോദി ആൻഡമാൻ നിക്കോബാറിൽ പോയി ആ സവർക്കർക്കുടെ ജയിലിന്റെ മുന്നിൽ പോയി ധ്യാനനിരതനായി ഇരിക്കുന്ന ഒരു പടമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? വേണ്ട, അമിത്ഷായുടെ പടം കാണുമ്പം അമിത്ഷായുടെ ഓഫീസിന്റെ ബാക്കിൽ ഇരിക്കുന്ന കസേരയുടെ പശ്ചാത്തലത്തിൽ വിനായക ദാമോദർ സവർക്കറുടെ പടമുണ്ട്. ഇനി മറ്റൊന്ന്, ഡോക്ടർ കേശവ ബലിറാം ഹെഗ്ഡേവർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകണം, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഇൻക്ലൂസീവ് അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞ ആ കാഴ്ചപ്പാടല്ലേ സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. എല്ലാവരും വേണം, എല്ലാവരുടെ ഒപ്പം, എല്ലാവരും ചേർത്ത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ വികസന സമീപനത്തിന്റെയും പിന്നിലുള്ളത്. അതുപോലെ തന്നെ ദീനദയാൽ ഉപാധ്യായയുടെ ഏകാത്മമാനവ ദർശനത്തിന്റെ അംശങ്ങളും കൃത്യമായി അതിനകത്തുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ആഗോളതലത്തില് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വികൃത മുഖമായി മാറിയ ചൈനയും മുതലാളിത്തത്തിന്റെ ഏറ്റവും വികൃത മുഖമായി മാറിയ ഡൊണാൾഡ് ട്രംപും ഉയർത്തുന്ന അസാധാരണമായ വെല്ലുവിളികളെ നേരിടുമ്പോഴും ഭാരതം സമചിത്തതയോടുകൂടി, നരേന്ദ്രമോദി സർക്കാർ സമചിത്തതയോടുകൂടി നമ്മുടെ വികസന സമീപനങ്ങൾക്ക് കൃത്യമായ വഴി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ആത്മനിർഭരതയുടെ അംശമുണ്ട്. നമ്മുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്ന വ്യവസായ നയത്തിന്റെ രീതിയുണ്ട്.
വ്യാപകമായി അമേരിക്കയ്ക്ക് അപ്പുറമുള്ള ലോകത്തിൽ നിന്റെ വിപണിയിലേക്ക് പോകുന്നതിനുള്ള പരിശ്രമത്തിന്റെ തുടക്കമുണ്ട്. അതുപോലെ നമ്മൾ പ്രത്യേകിച്ചും ആ GRMG മറ്റേ മഹാത്മാഗാന്ധി തൊഴിൽ പദ്ധതി മാറ്റിയിട്ട് വന്ന പുതിയ പദ്ധതി പ്രകാരം ഇന്നലെ അതിന്റെ അലോക്കേഷൻ കൂട്ടിയിരിക്കുകയാണ്. അതിനുവേണ്ടി വകയിരുത്തിയ തുക ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഭാരതം. അതുപോലെ നമ്മൾ അറിയണം, ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വെൽഫെയർ മെഷേഴ്സ് സഹായം എത്തിക്കുന്ന ആളുകളുടെ എണ്ണം പണ്ടുള്ളതിൽ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. 26 കോടി ജനങ്ങളെയാണ് ആ ബഹുതല ദാരിദ്ര്യ സാഹചര്യത്തിൽ നിന്ന് മുക്തരാക്കി ഉയർത്തിയെടുത്തിരിക്കുന്നത്. ഗ്രാമങ്ങളിലെ സാധാരണ സ്ത്രീകളിലേക്ക് വികസനം എത്തുന്നു. അങ്ങ് പറഞ്ഞാൽ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേക പരിഗണന വരുന്നു. ശരിയാണ്, മാറുന്ന കാലത്ത് പുതിയ സാഹചര്യത്തിൽ തൊഴിൽ മേഖല വർദ്ധിപ്പിക്കുന്നതിനൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാങ്കേതിക മികവ് പ്രദാനം ചെയ്ത് സ്കില്ല് ചെയ്ത് പുതിയ തലമുറ യുവതലമുറയെ വ്യവസായ മേഖലയിലെ വെല്ലുവിളികളെ നേരിടുന്നതിനും അവരുടെ അധ്വാനശേഷി സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രദാനം ചെയ്യുന്നതിനും പര്യാപ്തമാക്കുന്ന കാഴ്ചപ്പാട് വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായും അതെല്ലാം കാണിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദർശനം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വതന്ത്ര ഭാരതം തുടക്കത്തിൽ നെഹ്റുവിന്റെ കാലത്ത് ആദ്യം ഇംഗ്ലീഷ് കൊളോണിയൽ ഭരണത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിരുന്നു, അവരുടെ പിന്തുടർച്ച മാത്രമായിരുന്നു. പെട്ടെന്ന് തന്നെ സോവിയറ്റ് യൂണിയന്റെ പ്രഭാവത്തിലുള്ള പഞ്ചവത്സര പദ്ധതി, അത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന അണ്ണാദുരൈയൊക്കെ ആ പഞ്ചവത്സര പദ്ധതിയെ ശക്തമായിട്ട് എതിർത്തവരാണ്. അത് കഴിഞ്ഞു ഇന്ദിരയുടെ കാലം വന്നു. സോവിയറ്റ് യൂണിയന്റെ സാറ്റലൈറ്റ് രാജ്യമായി മാറി, സോവിയറ്റ് യൂണിയന്റെ അടിമ രാജ്യമായി മാറി. അത് കഴിഞ്ഞു ഇന്ദിരയുടെ കാലം കഴിഞ്ഞു രാജീവ് വന്നു. രാജീവിന്റെ കാലം ഏതാണ്ട് അവസാനമായതോടുകൂടി സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. 10 വർഷങ്ങളോളം ആർക്കും സ്വാധീനത്തിന് ശ്രമിക്കാവുന്ന തലത്തിലേക്ക് ഭാരതം മാറി. സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ ശ്രമിക്കാവുന്നതുപോലെ. അതിനിടയ്ക്ക് വാജ്പേയിയുടെ ഗവൺമെന്റ് വന്നു. അത് ഒരു സ്വദേശി ഭരണകൂടത്തിന്റെ തുടക്കം കുറിച്ചെങ്കിലും അതിനെ ചൈനയും പാകിസ്ഥാനും അമേരിക്കയും എല്ലാം ഒന്നിച്ചു ചേർന്ന് ആ സർക്കാരിനെ പരാജയപ്പെടുത്തി UPA സർക്കാരുകൾ വന്നു. ആ ഒരു 10 കൊല്ലം എന്ന് പറയുന്നത് അമേരിക്ക വേണ്ടതല്ല അമേരിക്കയ്ക്കും, ചൈനയ്ക്ക് വേണ്ടതെല്ലാം ചൈനയ്ക്കും, പാകിസ്ഥാന്റെ മുമ്പിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ആവശ്യമുള്ള അവർക്കും കൊടുത്തിട്ടുള്ള ഒരു കോംപ്രമൈസ് ഭരണമായിരുന്നു. അതും കഴിഞ്ഞാണ് 2014 ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തതുപോലെ ഭാരതം യഥാർത്ഥ സ്വതന്ത്ര പരമാധികാര സാമ്പത്തിക വ്യവസ്ഥയായിട്ട് മാറിയത്. ആ മാറ്റത്തിന്റെ അതിശക്തമായ മുന്നോട്ട് പോക്കാണ് കാവിയുടെ പ്രഭാവത്തോടെ ഏത് വെല്ലുവിളിയെയും നേരിടുന്നതിന് ശക്തമായ ഒരു രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വളർച്ച നമ്മുടെ ഈ ബജറ്റ് പ്രപ്പോസൽസിൽ കൃത്യമായും ആ വളർച്ചയ്ക്കുള്ള വഴിയും വേഗവും നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. തൽക്കാലം മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.